ഇറാൻ ഇസ്രായേൽ യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ഷോർട്ട് ബുള്ളറ്റിനുമായി NTV പ്രേക്ഷകരിലേക്ക് എത്തുന്നത്. അതാത് സമയങ്ങളിലെ ഔദ്യോഗികമായ അപ്ഡേറ്റുകളുമായാണ് ഈ വാർത്താ ബുള്ളറ്റിൻ നിങ്ങളിലേക്ക് എത്തുന്നത്. ഔദ്യോഗികമായ വേർഷൻ മാത്രമാണ് ഞങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. ഇറാൻ ഇസ്രായേൽ യുദ്ധം ശക്തി പ്രാപിക്കുകയാണെന്ന് നമുക്കറിയാം. ഇന്നലെ ആക്രമിക്കാതിരുന്ന ഒമാന് നേരെയും ഇറാൻ ഇന്ന് ആക്രമണം നടത്തിയിരിക്കുന്നു. ഒമാനിലെ ദുഃഖം തുറമുഖത്തിന് നേരെയാണ് ആക്രമണം നടന്നത്. ആക്രമണത്തിൽ ഒരാൾക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഇതിനു പുറമെ കസബ് തുറമുഖത്തിന് സമീപത്ത് എണ്ണക്കപ്പലിന് നേരെയും ഇറാൻ ആക്രമണം നടത്തി. കസബ് തുറമുഖത്തിൽ നിന്ന് വടക്ക് ഭാഗത്ത് 5 നോട്ടിക്കൽ മൈൽ അകലെയാണ് ഒരു ഓയിൽ ടാങ്കറിന് നേരെ ആക്രമണം നടത്തിയത്. ആക്രമണത്തിൽ 4 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ആക്രമണത്തിനിരയായ ഓയിൽ ടാങ്കറിൽ 20 ജീവനക്കാരുണ്ടായിരുന്നു. അതിൽ 15 പേർ ഇന്ത്യക്കാരാണ് എന്ന റിപ്പോർട്ട് സ്ഥിരീകരിക്കപ്പെട്ടിട്ടുണ്ട്. ശേഷിക്കുന്ന 5 പേർ ഇറാനികളാണെന്നും ഒമാൻ വാർത്താ ഏജൻസി വ്യക്തമാക്കി. ഇവർ സുരക്ഷിതരാണെന്നാണ് റിപ്പോർട്ടുകൾ. മനാമയിലേക്കും ദോഹയിലേക്കും ഇന്ന് വീണ്ടും ഇറാൻ വ്യോമാക്രമണം നടത്തിയിട്ടുണ്ട്. രാജ്യത്തിൻ്റെ പരമാധികാരത്തിന് മേലുള്ള ആക്രമണമാണ് നടന്നതെന്ന് വിവിധ GCC രാഷ്ട്രത്തലവന്മാർ പ്രതികരിച്ചു. ഒമാൻ സുൽത്താൻ, ജോർദാൻ രാജാവ്, ഈജിപ്ത് പ്രസിഡന്റ് എന്നിവരുമായി ടെലിഫോണിൽ സംഭാഷണം നടത്തി. പ്രദേശത്തെ സുരക്ഷയും വർദ്ധിച്ചു വരുന്ന സുരക്ഷാ ആശങ്കയും സംഭാഷണത്തിൽ ചർച്ചാ വിഷയമായിട്ടുണ്ട്. പ്രദേശത്ത് സമാധാനം പുനഃസ്ഥാപിക്കാൻ സമാധാന ചർച്ചകൾ ഉടൻ ആരംഭിക്കേണ്ടതിൻ്റെയും ആവശ്യകതയെക്കുറിച്ചും നേതാക്കൾ സംസാരിച്ചു. ഒമാന് നേരെ നടത്തിയ ആക്രമണത്തെ ഖത്തറും അതുപോലെ തന്നെ സൗദി തുടങ്ങിയ രാഷ്ട്രങ്ങളെല്ലാം തന്നെ അപലപിച്ചിട്ടുണ്ട്. സമാധാന ചർച്ചകൾക്ക് നേതൃത്വം നൽകിയിരുന്ന അല്ലെങ്കിൽ മധ്യസ്ഥ വഹിച്ചിരുന്ന രാജ്യമാണ് ഒമാൻ. കഴിഞ്ഞ അമേരിക്കയും ഇറാനും തമ്മിലുള്ള പ്രശ്നങ്ങൾക്ക് സംഘർഷങ്ങൾ അയവ് വരുത്താറായി യുദ്ധം ഒഴിവാക്കാനായി നടത്തിയ ആദ്യഘട്ട ചർച്ചകൾ നടന്നത് മസ്കറ്റിലായിരുന്നു. അതിനുശേഷം ജനീവയിൽ നടന്ന ചർച്ചയ്ക്ക് മധ്യസ്ഥ വഹിച്ചതും ഒമാൻ വിദേശകാര്യമന്ത്രി തന്നെയായിരുന്നു. എന്നിട്ടും ഒമാന് നേരെ ആക്രമണം നടത്തിയത് ശരിയായില്ല എന്നതാണ് ഇരു രാഷ്ട്രങ്ങൾ നേതാക്കളും പ്രതികരിച്ചിരിക്കുന്നത്. അതേസമയം തന്നെ അബുദാബി എത്തിഹാദ് ടവറിന് നേരെയും ആക്രമണം ഉണ്ടായിട്ടുണ്ട്. ആക്രമണത്തിൽ ഡ്രോൺ അവശിഷ്ടങ്ങൾ പതിച്ച് അമ്മയ്ക്കും കുഞ്ഞിനും നിസ്സാരമായ പരിക്കേറ്റിട്ടുണ്ട്. അതിനിടെ കഴിഞ്ഞ ദിവസം ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഇറാന്റെ പരമോന്നത നേതാവായ അയത്തുള്ള അലി ഖമനേയിക്ക് താൽക്കാലിക പിൻഗാമി ആയിരിക്കുന്നു. അലി റസ അറഫയാണ് പുതിയ നേതാവ്. ഖമനേയിയുടെ കൊലപാതകത്തിന് പക വീട്ടുമെന്ന് ഇറാനിയൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. രാജ്യത്തിൻ്റെ പരമാധികാരം സംരക്ഷിക്കുകയും രാജ്യത്തിന് നേരെ നടത്തിയ ആക്രമണത്തെ ചെറുക്കാനുള്ള ഉത്തരവാദിത്വം ഇറാന് ഉണ്ട് എന്നാണ് പ്രസിഡന്റ് പെസഷ്കിയാൻ പറഞ്ഞിരിക്കുന്നത്. ഇത്തരത്തിലാണ് ഏറ്റവും പുതിയ വാർത്തകൾ ഉള്ളത്. എല്ലാവരും ജാഗ്രത പുലർത്തണമെന്നും സുരക്ഷിതമായി തന്നെ ഇരിക്കണമെന്നുമാണ് എല്ലാ രാഷ്ട്ര നേതാക്കളും അതുപോലെ തന്നെ വിവിധ രാജ്യങ്ങളുടെ കോൺസുലേറ്റുകളും എംബസികളും എല്ലാം തന്നെ പൗരന്മാർക്ക് നൽകുന്ന നിർദ്ദേശം. ഈ നിർദ്ദേശങ്ങൾ പാലിക്കുക തന്നെ വേണം. വ്യാജ വാർത്തകളോ അതുപോലെ തന്നെ കിംവദന്തികളോ പ്രചരിപ്പിക്കാതിരിക്കാനും അഭ്യൂഹങ്ങളിൽ വീണുപോകാതിരിക്കാനും ശ്രദ്ധിക്കണമെന്നും രാഷ്ട്രത്തലവന്മാർ അടക്കമുള്ളവർ UAE അടക്കമുള്ള രാജ്യങ്ങൾ താമസക്കാർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ജാഗ്രതരായിരിക്കുക എന്ന് തന്നെയാണ് ഏറ്റവും ഈ അവസരത്തിൽ വേണ്ടത് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ സമാപിക്കുകയാണ്. കൂടുതൽ വിശദാംശങ്ങളും അപ്ഡേറ്റുകളുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. NTV UAE to the world.